ഇനി ശിവലിംഗത്തെ പൂജിക്കാൻ തുടങ്ങിയതിനെക്കുറിച്ചുള്ള വേറൊരു കഥ, അത് മഹാഭാരതത്തിൽ നിന്നാണ്. ഓപ്പറേഷൻ ശിവതാണ്ഡവം, അതാണ് ആ കഥ. പ്രപഞ്ചത്തിലെ ആദ്യത്തെ ലേബർ തർക്കവും അടിപിടിയും ഒക്കെയാണ് ഈ കഥയിലുള്ളത്. ഈ മഹാഭാരതത്തിലെ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇതൊരു പുരാണ കഥയാണോ അതോ ഏതെങ്കിലും പഴയ തമിഴ് മാസ് സിനിമയുടെ ക്ലൈമാക്സ് ആണോ എന്നാണ്. അതുപോലത്തെ കഥയാണത്. സംഗതി സിമ്പിളാണ്. ഈ ഹൈന്ദവ വിശ്വാസപ്രകാരം പ്രപഞ്ചത്തിൻ്റെ ചീഫ് കോൺട്രാക്ടറായ ബ്രഹ്മാവ് ശിവൻ ഒരു പ്രൊജക്റ്റ് ഏൽപ്പിക്കുകയാണ്. ഇപ്പോഴൊന്നല്ല കേട്ടോ, ആദിയിൽ നടന്ന കാര്യമാണ്, ആദിയിൽ ഏറ്റവും ആരംഭത്തിൽ. അപ്പോൾ പ്രൊജക്റ്റ് ഇതാണ്: വെച്ച് താമസിപ്പിക്കാതെ എത്രയും വേഗം ഭൂമിയിൽ പ്രജകളെ സൃഷ്ടിക്കണം. ഇതാണ് പ്രൊജക്റ്റ്. ഈ വെച്ച് താമസിപ്പിക്കാൻ പാടില്ല എന്നത് മലയാള പരിഭാഷയിലില്ല, ഇംഗ്ലീഷ് പരിഭാഷയിലുണ്ട്. അപ്പം അങ്ങനെ ശിവൻ പ്രൊജക്റ്റ് ഏറ്റെടുത്തു, സൃഷ്ടി നടത്താം എന്ന് സമ്മതിച്ചു. എന്നിട്ട് ഈ വലിയ പ്രൊജക്റ്റ് ചെയ്യാനുള്ള ഊർജം വേണമല്ലോ, ഊർജം വേണം, പിന്നെ ടൂൾസൊക്കെ വേണം, ആയുധമൊക്കെ വേണമല്ലോ. അപ്പോൾ ആയുധത്തിന് ബലം വേണം. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള ഊർജ്ജം സംഭരിക്കാൻ വേണ്ടി, പണിയായുധത്തിന് ബലം കിട്ടാൻ വേണ്ടി വെള്ളത്തിനടിയിൽ പോയി ശിവൻ ദീർഘമായ ഒരു തപസ് അങ്ങോട്ട് ആരംഭിച്ചു. അപ്പോൾ കാലം കുറേ കഴിഞ്ഞ് ശിവൻ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരാൻ, അപ്പോഴേക്കും ബ്രഹ്മാവ് വേറെ ആളുകളെ ഉണ്ടാക്കി അവരിലൂടെ സൃഷ്ടിയൊക്കെ നടത്തി കഴിഞ്ഞിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ബ്രഹ്മാവിനെ കുറ്റം പറയാൻ പറ്റുമൊന്നുമില്ല കേട്ടോ. ഏതൊരു പ്രൊജക്റ്റ് മാനേജരും ചെയ്യുന്നതേ ബ്രഹ്മാവും ചെയ്തിട്ടുള്ളൂ. ഒരു പ്രൊജക്റ്റ് ഏൽപ്പിച്ചിട്ട് അതിൻ്റെ ഡെഡ് ലൈൻ കഴിഞ്ഞിട്ടും തൊഴിലാളിയെ കാണാതായാൽ എന്ത് ചെയ്യും? പണി അറിയാവുന്ന വേറെ ആൾക്കാരെ ഏൽപ്പിക്കും. അത് തന്നെയാണ് ബ്രഹ്മാവും ചെയ്തത്. പക്ഷെ ഇത് കണ്ട ശിവന് സഹിച്ചില്ല. എന്നെ ഏൽപ്പിച്ച പണി നിങ്ങൾ വേറെ ആളെ കൊണ്ട് ചെയ്യിക്കുമോ എന്ന ഭാവത്തിൽ ശിവൻ സ്വന്തം പണിയായുധമായ ലിംഗം അങ്ങ് പറിച്ചെടുത്ത് ഒറ്റയേറാണ് ഭൂമിയിലേക്ക്. ഈ ലിംഗം കൊണ്ട് എനിക്കിനി എന്ത് ഉപയോഗമാണുള്ളതെന്നൊരു ഡയലോഗും അടിക്കുന്നുണ്ട്. മലയാള പരിഭാഷയിൽ ആ ഡയലോഗ് ഇല്ല, പക്ഷെ ഇംഗ്ലീഷ് പരിഭാഷയിൽ കാണാം. വാട്ട് യൂസ് ഈസ് ദിസ് പെരിസ് ടു മീ, സംവൺ എൽസ് ഹാസ് ആൾറെഡി പോപ്പുലേറ്റഡ് ദ എർത്ത് എന്നാണ് ശിവൻ പറയുന്നത്. എന്ന് വെച്ചാൽ ഇനി ഈ ലിംഗം കൊണ്ട് എനിക്കെന്ത് കാര്യം? ഭൂമിയിൽ പ്രജകളെ നിറയ്ക്കാൻ വേറെ ആളുണ്ടായില്ല, അവർ ഓൾറെഡി നിറച്ച് കഴിഞ്ഞല്ലോ എന്നാണ് ശിവൻ പറയുന്നത്. ഈ ജോലി പോയ ദേഷ്യത്തിന് ടൂൾസ് വലിച്ചെറിയുന്ന തൊഴിലാളികളെ ഞാൻ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലത്തെ ഒരു പരിപാടിയാണ് ഇവിടെ ശിവനും ചെയ്തത്. പക്ഷെ ഇത് കുറച്ച് കടന്ന കയ്യായിപ്പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. ഇത്രയും വേണ്ടായിരുന്നു. ഏതായാലും അത് കഴിഞ്ഞ് ശിവൻ തപസ് ചെയ്യാനായിട്ട് പോയി. പിന്നീടൊരു സംഭവം ഉണ്ടായി. ദേവന്മാർ സ്വർഗത്തിൽ സമാധാനമായിട്ടൊരു യജ്ഞം നടത്തുകയായിരുന്നു. ശിവനാണെങ്കിൽ ഏകാന്ത സ്ഥലത്ത് പോയിരുന്ന് തപസ് ചെയ്യുകയായിരുന്നുകൊണ്ട് ദേവന്മാർക്ക് ശിവനെക്കുറിച്ച് വലിയ പിടിയില്ല, വലിയ അറിവൊന്നുമില്ലായിരുന്നു. അതുകൊണ്ട് അവർ ആ യജ്ഞത്തിലേക്ക് ശിവനെ ക്ഷണിക്കുകയോ യജ്ഞഭാഗം ശിവന് കൊടുക്കുകയോ ചെയ്തില്ല. അതോടെ ശിവന് വീണ്ടും കോപം വന്നു. അപ്പോൾ ശിവൻ്റെ ഇപ്പോഴത്തെ ഈ കോപം സ്വാഭാവികമാണ്. ഇപ്പോൾ നമ്മൾ ഉദാഹരണത്തിന് നമ്മളെ തന്നെ എടുക്കാം. നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ജോലി ചെയ്യുന്നിടത്ത് നമ്മുടെ കൂടെയുള്ള ആളുകൾ, നമുക്ക് വേണ്ടപ്പെട്ട നമ്മുടെ സുഹൃത്തുക്കളായ സഹപ്രവർത്തകരായ ആൾക്കാർ ഒരു പാർട്ടി നടത്തുന്നു. അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർ, ബന്ധുക്കാരായ ആൾക്കാരൊക്കെ നമുക്ക് വേണ്ടപ്പെട്ടവരാണ്, പാർട്ടി നടത്തുന്നു. ആ പാർട്ടിയിലേക്ക് നമ്മളെ മാത്രം ക്ഷണിച്ചിട്ടില്ല, ബാക്കി എല്ലാവരെയും ക്ഷണിച്ചു. അപ്പോൾ അതറിഞ്ഞാൽ നമുക്കായാലും ദേഷ്യം വരില്ലേ? ഇല്ലേ? ഉറപ്പായിട്ടും വരും. പക്ഷേ നമ്മളാരും ആ പാർട്ടിയിൽ പോയി എന്നെ നിങ്ങൾ ഈ പാർട്ടിക്ക് ക്ഷണിച്ചില്ല അല്ലടാ എന്നും ചോദിച്ച് അലമ്പുണ്ടാക്കാൻ നിൽക്കില്ല, അടിപിടിയും ബഹളമൊന്നും ഉണ്ടാക്കാൻ നിൽക്കില്ല. കാരണം നമ്മൾ മാന്യന്മാരാണ്, അതുകൊണ്ടാണ് അങ്ങനെയൊന്നും ചെയ്യാത്തത്. ഏതായാലും ദേവന്മാരുടെ പാർട്ടിയിലേക്ക് തന്നെ ക്ഷണിക്കാത്തത് ശിവൻ ഇഷ്ടപ്പെട്ടില്ല. ശിവൻ അവിടെ ചെന്ന് അലമ്പുണ്ടാക്കാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി ശിവൻ ആദ്യം തന്നെ ഒരു വില്ലുണ്ടാക്കുകയാണ്, ഒരു ധനുസ്. AK-47 ഒന്നും അന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്തത് കൊണ്ട് ദൂരെ നിൽക്കുന്നവരെ കൊല്ലാനും പരിക്കേൽപ്പിക്കാനും കഴിയുന്ന ആർഷഭാരതത്തിലെ അക്കാലത്തെ ഏറ്റവും മാരകമായ ആയുധം അമ്പും വില്ലുമായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ശിവൻ അങ്ങനെ ഒന്നുണ്ടാക്കുന്നത്. ശിവനുണ്ടാക്കിയത് 5 മുഴം അഥവാ 7.5 അടി ഉയരമുള്ള ഒരു വില്ലാണ്. ആ വില്ലുമായി ദേവന്മാരുടെ പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് ശിവൻ ചെല്ലുന്നു. പിന്നെ അവിടെ നടക്കുന്നത് തല്ലുമാലയാണ്, പക്കാ ഗുണ്ടായിസം. വില്ലും കുലച്ച് ശിവൻ കയറി ചെല്ലുന്നു, ഭൂമി കുലുങ്ങുന്നു, നക്ഷത്രങ്ങൾ വീഴുന്നു, ആകെ ബഹളം. യജ്ഞമാണെങ്കിൽ പേടിച്ച് മാനിൻ്റെ രൂപത്തിൽ ഓടി രക്ഷപ്പെടാൻ നോക്കുമ്പോൾ ശിവൻ അതിനെയും വിടുന്നില്ല. അപ്പോൾ ശിവൻ ദേവന്മാരുടെ ഇടയിൽ നടത്തിയ ആ സംഹാര താണ്ഡവത്തെക്കുറിച്ച് മഹാഭാരതത്തിൽ എഴുതിയിട്ടുള്ളത് ഞാൻ വായിക്കാം. അല്ലാണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ വെറുതെ പറഞ്ഞു പോയാൽ നിങ്ങൾ വിചാരിക്കും ഞാൻ ചുമ്മാ കോമഡി പറയുകയാണെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് വായിക്കുന്നത്. ക്രുദ്ധനായ മഹാദേവൻ ആ വില്ലെടുത്ത് ദേവകൾ മഖം നടത്തുന്ന ദിക്കിലേക്ക് എഴുന്നള്ളി. ആ അവ്യയ ബ്രഹ്മചാരി വില്ലെടുത്ത് സന്നദ്ധനായി വരുന്നത് കണ്ട് ഭൂമിദേവി നടുങ്ങിപ്പോയി. പർവ്വതങ്ങൾ കുലുങ്ങി, കാറ്റ് വീശാതെ സ്തംഭിച്ചു നിന്നു. അഗ്നി കത്തിച്ചിട്ടും കത്താതായി. നക്ഷത്രമണ്ഡലം ആകാശത്തിൽ സംവിഘ്നമായി ഉഴന്നു.
സൂര്യൻ തെളിഞ്ഞില്ല. ചന്ദ്രൻ മണ്ഡലശ്രീ വിഹീനനായി. ആകാശം അശേഷവും ഇരുളടഞ്ഞ് പേടിച്ചുഴന്ന ദേവകൾ വിഷയങ്ങളറിയാത്തവരായി. യജ്ഞം തെളിയാതായപ്പോൾ ദേവകൾ ഭയപ്പെട്ടു വിറച്ചു. ആ സമയത്ത് രുദ്രൻ രൗദ്രമായ തൻ്റെ ബാണം കൊണ്ട് യജ്ഞത്തിൻ്റെ ഹൃദയത്തെ ലക്ഷ്യമാക്കി എയ്തു. ഉടനെ അഗ്നിയോടൊത്ത് യജ്ഞം മാനിൻ്റെ രൂപമെടുത്ത് പാഞ്ഞു. അപ്പോൾ അവൻ ആകാശത്ത് കയറി യജ്ഞത്തെ പിന്തുടരുന്ന വിധം ശോഭിച്ചു യുധിഷ്ഠിരാ. യജ്ഞം പോയപ്പോൾ ദേവകൾ യജ്ഞങ്ങളെ ഓർക്കാതായി. വാനോർക്ക് യജ്ഞം പോയപ്പോൾ ഒന്നും തിരിയാതായി. മുക്കണ്ണൻ ക്രുദ്ധനായി സവിതാവിൻ്റെ കൈ ഒടിച്ചു. ഭഗന്റെ കണ്ണുകളും പൂഷാവിൻ്റെ പല്ലുകളും വില്ലിൻ്റെ തുമ്പുകൊണ്ട് കുത്തിത്തെറിപ്പിച്ചു. ഇത് കണ്ട് ഭയപ്പെട്ട് ദേവന്മാര് യജ്ഞാംഗങ്ങളും ഓടിക്കളഞ്ഞു. അവിടെ തന്നെ ചിലർ പേടിച്ച് ബോധം കെട്ട് ചത്തവിധം വീണു. അങ്ങനെ അവരെയൊക്കെ ആട്ടിയോടിച്ച് ശിതികണ്ഠൻ ചിരിച്ച് വിരൽ തുമ്പ് കുത്തിനിന്ന് ഇരമ്പിക്കയറുന്ന ദേവന്മാരെ തടുത്തു. അന്ന് ശിവൻ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിൻ്റെ കണക്കുകൾ നോക്കിയാൽ ആരും ഞെട്ടും. ഈ ദേവലോകത്തെ വൈദ്യന്മാരായ അശ്വിനി ദേവകൾക്ക് സന്തോഷമായിട്ടുണ്ടാവും, കാരണം അവർക്ക് കുറേ പേഷ്യൻസിനെ കിട്ടിയല്ലോ. പക്ഷെ മറ്റ് ദേവന്മാരുടെ അവസ്ഥ മഹാമോശമായിരുന്നു, വളരെ മോശം. സവിതാവിൻ്റെ കൈയൊടിച്ചു. അശ്വിനി ദേവകളുടെ ഹോസ്പിറ്റലിലെ ഓർത്തോ വിഭാഗത്തിലേക്ക് ഒരു പേഷ്യൻ്റായി. ഭഗൻ്റെ കണ്ണുകൾ കുത്തിപ്പൊട്ടിച്ചു. ഒഫ്താൽമോളജി വിഭാഗത്തിലേക്ക് ഒരു പേഷ്യൻ്റ്. പൂഷാവിൻ്റെ പല്ലുകൾ മുഴുവൻ വില്ലിൻ്റെ തുമ്പുകൊണ്ട് അടിച്ചു ഒഴിച്ചു. ഡെൻ്റൽ വിഭാഗത്തിലേക്ക് ഒരു രോഗിയെ കിട്ടി. പിന്നെ കുറേ ദേവന്മാർ ശിവതാണ്ഡവം കണ്ടപ്പോൾ പേടിച്ച് വിറച്ച് ബോധം കെട്ട് ചത്ത വിധം വീണു എന്ന് പറഞ്ഞല്ലോ. ദേവലോകത്തെ സൈക്യാട്രി വിഭാഗത്തിലേക്കും കുറേ പേഷ്യൻസിനെ കിട്ടി. ചുരുക്കി പറഞ്ഞാൽ ദേവസഭയിലെ പകുതി പേരെയും ICUവിലാക്കിയിട്ടാണ് അന്ന് ശിവൻ ഒന്ന് ചിരിച്ചത്. ഇതിനെയാണ് ഭക്തിയോടെ ഇന്ന് ശിവതാണ്ഡവം എന്നൊക്കെ വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്താണെങ്കിൽ വധശ്രമം, കലാപമുണ്ടാക്കൽ തുടങ്ങിയ വകുപ്പുകളൊക്കെ ചുമത്തിയെടുത്ത് അകത്തിടേണ്ട കേസാണ് ശിവൻ അന്ന് അവിടെ ചെയ്തത്. ഏതായാലും അവസാനം ദേവന്മാരൊക്കെ ശിവൻ്റെ മുമ്പിൽ താണ് കേണ് വീണ് അപേക്ഷിക്കാൻ തുടങ്ങി. അങ്ങനെ ദേവകളുടെ അപേക്ഷ അനുസരിച്ച് ശിവൻ കോപാഗ്നി ജലത്തിൽ നിക്ഷേപിച്ചു. ആ അഗ്നിയാണ് ജലാശയങ്ങളിലുള്ള വെള്ളങ്ങളെ വറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ മഹത്തായ ആർഷഭാരത സയൻസാണ് കേട്ടോ, ആർഷഭാരത വിജ്ഞാനങ്ങൾ, അറിവുകൾ. ഇതുപോലെയുള്ള അപാരമായ ആർഷഭാരത വിജ്ഞാനങ്ങൾ നശിപ്പിക്കാൻ വേണ്ടിയാണ് ക്രിസ്ത്യൻ മിഷണറിമാർ ഇന്ത്യയിലേക്ക് വന്നത്. അവർ വന്ന് നമ്മളെ പഠിപ്പിച്ചതൊക്കെ തെറ്റായ കാര്യങ്ങളായിരുന്നു. ഈ ജലാശയങ്ങളിലെ വെള്ളം വറ്റുന്നതിനെക്കുറിച്ച് അവരെന്താ പഠിപ്പിച്ചത്? ഇവാപ്പറേഷൻ ആൻഡ് ഇൻഫിൽട്രേഷൻ, അഥവാ ബാഷ്പീകരണവും കിരിഞ്ഞിറങ്ങലും വഴി. എന്ന് വെച്ചാൽ സൂര്യൻ്റെ ചൂട് മൂലം ദ്രാവക രൂപത്തിലുള്ള ജലം വാതക രൂപത്തിലേക്ക് മാറി, നീരാവിയായിട്ട് മാറി മുകളിലേക്ക് പോകുന്നു, അത് ബാഷ്പീകരണം. അതുപോലെ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം കാരണം താഴേക്ക് കിരിഞ്ഞിറങ്ങി അണ്ടർഗ്രൗണ്ടിലേക്ക് അല്ലെങ്കിൽ ഭൂഗർഭജലമായിട്ട് താഴേക്ക് പോകുന്ന അത്തരം ജലനഷ്ടമുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ജലാശയങ്ങൾ വറ്റാൻ കാരണം എന്നല്ലേ അവർ പഠിപ്പിച്ചത്. പിന്നെ ജലാശയത്തിന് ചുറ്റുമുള്ള മരങ്ങളും ചെടികളും അവയുടെ വേരുകൾ വഴി മണ്ണിൽ നിന്നും ജലാശയത്തിൽ നിന്നും വെള്ളം വലിച്ചെടുത്ത് അവയുടെ ഇലകളിലൂടെ നീരാവിയായി അന്തരീക്ഷത്തിലേക്ക് കളയുന്നതും ഈ ജലാശയങ്ങളിലെ വെള്ളം വറ്റുന്നതിനൊരു കാരണമാണെന്ന് അവർ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ തെറ്റായ അറിവുകളാണെന്ന് നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കണം. ശരിയായ അറിവ് ഋഷിപ്രോക്തങ്ങളായ നമ്മുടെ ആർഷ സംസ്കാര ഗ്രന്ഥങ്ങളിലുണ്ട്. ദേവന്മാരുടെ അപേക്ഷ മാനിച്ച് ശിവൻ തൻ്റെ കോപാഗ്നി ജലത്തിൽ നിക്ഷേപിച്ചതുകൊണ്ടാണ് ജലാശയങ്ങളിലുള്ള വെള്ളമെല്ലാം വറ്റിപ്പോകുന്നത് എന്ന ആർഷഭാരത ശാസ്ത്രം നാം അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിത് സന്ദർഭവശാൽ പറഞ്ഞതേ ഉള്ളൂ, വിഷയത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ പേടിപ്പിച്ച് പൂജ നേടിയ ക്ലൈമാക്സ് ആണ് ഇതിലെ ഏറ്റവും രസകരം. ശിവൻ്റെ കയ്യിൽ നിന്ന് കണക്കിന് തല്ല് വാങ്ങിച്ചു കൂട്ടി വശം കെട്ട ദേവന്മാർ അവസാനം ശിവൻ്റെ കാലിൽ തന്നെ വീണു. ഇനി തല്ലല്ലേ, അങ്ങ് എന്ത് പറഞ്ഞാലും ഞങ്ങൾ കേട്ടോളാം എന്നല്ലേ ചെന്ന് ഈ യജ്ഞം തന്നെ സമർപ്പിച്ച് ശിവൻ്റെ മുമ്പാകെ അപേക്ഷിക്കുകയാണ്. ഈ കഥയിൽ നിന്നുള്ള ഗുണപാഠം എന്താണ്? നിങ്ങൾക്കൊരു ജോലി കിട്ടിയിട്ട് നിങ്ങളത് ചെയ്യാൻ വൈകിയാൽ സ്വാഭാവികമായും ബോസ് വേറെ ആളെ വയ്ക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ബോസിനെയും സഹപ്രവർത്തകരെയും തല്ലി ചതച്ച് അവരുടെ പല്ലും കണ്ണും ഒക്കെ എടുത്ത് കയ്യിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് പ്രമോഷൻ കിട്ടും. ആൾക്കാർ നിങ്ങളെ പേടിച്ച് നിങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യും. അതാണ് ഈ ശിവതാണ്ഡവത്തിൻ്റെ മാനേജ്മെൻറ്റ് തത്വം. അതല്ലാതെ വേറെ എന്താണ് നിങ്ങൾ തന്നെ പറയുന്നത്? എന്ത് ഗുണപാഠമുള്ളേ? ഈ പക്കാ ഗുണ്ടായുസം കാണിച്ചിട്ട് വലിയ ആളായി നടക്കുന്നത്, അതാണോ ഇതിൽ നിന്ന് പഠിക്കാനുള്ള ഗുണപാഠം?